മൺഡേ റൂട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ വിവരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ പ്രതിപാദിച്ചിരുന്ന വിഷയത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗങ്ങളാണ് ഇന്ന് നമ്മൾ വിവരിക്കുന്നത്. അത് പെയിൻറ്റിങ്ങുമായി ബന്ധപ്പെട്ട ന്യൂനതകളും അവയ്ക്കുള്ള പരിഹാര മാർഗങ്ങളും എന്ന വിഷയമാണ് നമ്മൾ വിവരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു എപ്പിസോഡ് കൊണ്ട് തീർത്തും പൂർണ്ണമായും പറഞ്ഞു തീർക്കുവാൻ കഴിയുന്നതല്ല. അത് 2-3 വീഡിയോയിലൂടെ അത് പൂർണ്ണമായും വിവരിക്കുന്നതാണ്. അതായത് സപ്പോണിഫിക്കേഷൻ എന്ന ഒരു ന്യൂനതയാണ്. അത് പ്രതലത്തിൽ ഏതെങ്കിലും ആൽക്കലികൾ ചേർന്നിരുന്നാൽ, അതായത് ആൽക്കലി അടങ്ങിയിട്ടുള്ള പഴവർഗ്ഗങ്ങൾ, ഉദാഹരണത്തിന് ആപ്പിൾ, ഓറഞ്ച്, നേന്ത്രക്കായ, ഈന്തപ്പഴം, മുന്തിരി, മാമ്പഴം, പപ്പായ, പുളി എന്നിങ്ങനെയുള്ള പഴവർഗ്ഗങ്ങളും ബീൻസ്, കൂണുകൾ, സവാള, കുരുമുളക്, തക്കാളി, ഡ്രാഗൺ ഫ്രൂട്ട് തുടങ്ങിയ പച്ചക്കറികളുമൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന മുറികളിലും അവയുടെ ഭിത്തികളിലും തുടങ്ങിയ പച്ചക്കറികളുമൊക്കെ വച്ചിരിക്കുന്ന മുറികളിലും ഭിത്തികളിലും സോപ്പിൻ്റെ പത ഉണങ്ങിയ പോലെ കാണപ്പെടുന്നതിനെയാണ് സപ്പോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിനുള്ള പരിഹാരമെന്ന് പറയുന്നത് വയർ ബ്രഷ് ഉപയോഗിച്ച് ഭംഗിയായി ഉരച്ച് വൃത്തിയാക്കുകയും ആൻറ്റിസെപ്റ്റിക് ലോഷൻ ഏതെങ്കിലും സ്പ്രേ ചെയ്ത ശേഷം മുൻ വിവരിച്ച പോലെ പ്രൈമറും പുട്ടിയും അപ്ലൈ ചെയ്ത് 2 കോട്ട് പെയിൻറ്റ് പുരട്ടി പരിഹരിക്കാം. എങ്കിലും ഒരു നിശ്ചിത കാലത്തിനുള്ളിൽ വീണ്ടും പെയിൻറ്റ് ചെയ്യേണ്ടത് വരും. ആയതിനാൽ ഇത്തരം സ്ഥലങ്ങളിൽ വാൾ ടൈൽസുകളും ഫ്ലോർ ടൈൽസുകളും ഉറപ്പിക്കുന്നതാണ് ഉത്തമം. അടുത്തത് ഗ്രിന്നിങ്. ചില പ്രതലങ്ങളിൽ അങ്ങിങ്ങായി വെളുത്ത പാണ്ട് പോലെ ഇരിക്കുന്നതിനെയാണ് ഗ്രിന്നിങ് എന്ന് പറയുന്നത്. ഇതിനെ ഓറഞ്ച് പീലിംഗ് എന്ന പേരിലും പറയാറുണ്ട്. പെയിൻറ്റിങ്ങിൽ ഫിനിഷിംഗ് കോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ പ്രതലം പൂർണ്ണമായും കവർ ചെയ്യാതെ വരുമ്പോഴാണ് ഇതുണ്ടാകുന്നത്. അങ്ങനെ പെയിൻറ്റിൻ്റെ കനം കുറഞ്ഞ് ചിലയിടങ്ങളിൽ അണ്ടർ കോട്ട് തെളിഞ്ഞ് കാണുകയും ചെയ്യും. പ്രതലത്തിൽ എല്ലായിടത്തും സൂക്ഷ്മമായി ഒരേ അളവിൽ പെയിൻറ്റ് അപ്ലൈ ചെയ്ത് ഇത് പരിഹരിക്കുവാനും കഴിയും. അടുത്തത് ഫേഡിങ്. ഫേഡിങ് എന്ന് പറഞ്ഞാൽ കാലക്രമേണ പെയിൻറ്റിൻ്റെ നിറം മങ്ങുന്നതിനെയാണ് ഫേഡിങ് എന്ന് പറയുന്നത്. പെയിൻറ്റിൽ അടങ്ങിയിട്ടുള്ള കളറിംഗ് പിഗ്മെൻറ്റിൽ സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കുമ്പോഴാണ് ഇതുണ്ടാകുന്നത്. 2 വർഷത്തിൽ ഒരിക്കലെങ്കിലും റീപെയിൻറ്റ് ചെയ്താൽ ഇതിന് പരിഹാരമാവുകയും ചെയ്യും. അടുത്തത് ഫ്ലാക്കിംഗ്. ഫ്ലാക്കിംഗ് എന്ന ന്യൂനതയുടെ ലക്ഷണം പ്രതലം പൂർണ്ണമായും ഉണങ്ങാതെയും കാലാവസ്ഥയുടെ വ്യതിയാനത്താൽ വികസിക്കുകയും പിന്നീട് ചുരുങ്ങുകയും ചെയ്യുന്ന പ്രതലങ്ങളിൽ ആണ് പെയിൻറ്റ് ഉരിഞ്ഞു പോകുന്ന ഈ ന്യൂനത കാണപ്പെടുന്നത്. പ്രതലം പൂർണ്ണമായും ഉണങ്ങിയതാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം പെയിൻറ്റ് ചെയ്താൽ ഫ്ലാക്കിംഗ് ഒഴിവാക്കുവാൻ കഴിയും. പൂർണ്ണമായും അത് തടിയിലാണ്. ഉണങ്ങാത്ത തടിയുടെ പുറത്ത് പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ കാലാവസ്ഥയുടെ വ്യതിയാനങ്ങൾക്കനുസരിച്ച് തടി വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യും. വേനൽക്കാലത്ത് തടി ചുരുങ്ങുകയും വർഷകാലത്ത് തടി അല്പം വികസിക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അതിൻ്റെ പുറമെ പെയിൻറ്റ് അപ്ലൈ ചെയ്തിരുന്നാൽ പെയിൻറ്റ് പൊള്ളിയതുപോലെയോ ഇളകിയതുപോലെയോ വന്നിട്ട് ഇളകി ലൂസായി പൊളിഞ്ഞു പോകുന്നതിനെയാണ് ഈ ഫ്ലാക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനുള്ള പരിഹാരം ഞാൻ പറഞ്ഞു. അങ്ങനെയുള്ള പ്രതലങ്ങൾ ഭംഗിയായി ഉണങ്ങിയതാണെന്ന് ഉറപ്പ് വന്നതിന് ശേഷം മാത്രമേ പെയിൻറ്റ് അപ്ലൈ ചെയ്യാവൂ എന്നുള്ളതാണ്. അടുത്തത് ക്രാക്കിംഗ്. ക്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ പൊളിഞ്ഞു പോകുന്നതിനാണ് ക്രാക്കിംഗ് എന്ന് പറയുന്നത്. അതെ, ഓരോ കോട്ട് പെയിൻറ്റ് ചെയ്യുമ്പോഴും ഓരോ കോട്ടിനും ആവശ്യത്തിലധികം കനം കൂടിയിരുന്നാലും പ്രതലം ഒരുക്കുന്നതിൽ ഉദാസീനമായി ചെയ്താലും പെയിൻറ്റ് പാളികൾ പൊട്ടി ഇളകി പോവുക തന്നെ ചെയ്യും. ഇതിനാവശ്യമായ അളവിൽ തിന്നർ മിക്സ് ചെയ്ത് യഥാവിധി പെയിൻറ്റ് ചെയ്താൽ ക്രാക്കിംഗ് പൂർണ്ണമായി ഒഴിവാക്കുവാൻ കഴിയും. ഇതെല്ലാം പറയുമ്പോഴും നമ്മൾ പൂർണ്ണമായും മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ സർഫസ് പ്രിപ്പറേഷനിൽ യാതൊരു ഉദാസീനതയും കാണിക്കരുത്. പ്രതലം നന്നായി ഉരയ്ക്കേണ്ടതെല്ലാം ഭംഗിയായി ഉരച്ച് വൃത്തിയാക്കി യാതൊരു പൊടിപടലങ്ങളും ഇല്ലാതെ കുഴികളും
പൊട്ടലുകളും ഒന്നും ഇല്ലാതെ ഉണങ്ങിയ പ്രതലമാണെന്ന് പൂർണ്ണമായും ഉറപ്പ് വരുത്തിയതിന് ശേഷം പെയിൻറ്റ് ചെയ്താൽ ഈ പറയുന്ന ഈ ന്യൂനതകളൊന്നും സംഭവിക്കുകയില്ല. നല്ല ഒരു പെയിൻറ്റിങ് നമുക്ക് ചെയ്യുവാൻ സാധിക്കും. അടുത്തതായി പറയുന്നത് റണ്ണിങ് ആൻഡ് സാഗിങ് എന്ന ഒരു പ്രതിഭാസമാണ്. ഈ റണ്ണിങ് ആൻഡ് സാഗിങ് എന്ന് പറഞ്ഞിരുന്നാൽ അത് കേട്ടാൽ തന്നെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നും റണ്ണിങ് എന്നൊരു ഓട്ടമാണെന്ന്. റണ്ണിങ് എന്ന് പറഞ്ഞാൽ ഓടുന്നു എന്നാണല്ലോ. അപ്പോൾ അത് ശരി തന്നെയാണ്. ഇത് വെർട്ടിക്കലായിട്ടുള്ള പ്രതലങ്ങളിൽ, അതായത് ഭിത്തികളിൽ പെയിൻറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ പെയിൻറ്റിൽ അടങ്ങിയിരിക്കുന്ന തിന്നറിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ പെയിൻറ്റ് താഴേക്ക് ഒഴുകി വരും. ഇങ്ങനെ മെല്ലെ മെല്ലെ ഒഴുകി താഴേക്ക് വന്ന് അത് കനം തൂങ്ങി നിൽക്കുന്നതിനെയാണ് റണ്ണിങ് ആൻഡ് സാഗിങ് എന്ന് പറയുന്നത്. അങ്ങനെ കനം തൂങ്ങി നിൽക്കുന്ന പെയിൻറ്റ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അത് പൂർണ്ണമായും പരിഹരിക്കുന്നതിന് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പെയിൻറ്റിൽ കൃത്യമായ അളവിൽ തിന്നർ ചേർത്ത് മിക്സ് ചെയ്ത് അരിച്ചെടുത്ത് പെയിൻറ്റ് മുന്തിയ തരം ബ്രഷ് ഉപയോഗിച്ച് ശ്രദ്ധയോടെ പെയിൻറ്റ് ചെയ്താൽ ഈ ന്യൂനതയും നമുക്ക് പൂർണ്ണമായും പരിഹരിക്കുവാൻ സാധിക്കും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി ബാക്കി ഭാഗങ്ങൾ തുടർന്നുള്ള വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ ഏകദേശം ഒരു രൂപം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ബാക്കി ഭാഗങ്ങൾ തുടർന്നുള്ള വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ദയവായി കാണുന്നവർ ഇതിൻ്റെ പൂർണ്ണ ഭാഗവും കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യുകയും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുന്നതിനും മടിക്കരുത്.